ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ജൂണിൽ ഒരു ലിസ്ണർപ്രണറുള്ള മൈക്രോ ഓപ്പർച്യൂണിറ്റി ക്ലബിൻ്റെ ഒരു മീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്ക് ഓൺട്രപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അതിന് ആയിരിക്കും പങ്കെടുക്കുക, മെസ്സേജ് അയയ്ക്കുക. അതിൽ സാധാ മെൻറ്റേഴ്സ് തരുന്ന പോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഇൻപുട്സ്, ഇൻസൈറ്റ്സ് നമ്മുടെ നോളേജിലുള്ള അത് പ്രൊവൈഡ് ചെയ്യും. സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എനിക്കറിയാൻ പറ്റാവുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. എൻ്റെ സർക്കിളിലൊക്കെയും യങ്സ്റ്റേഴ്സാണ്. അവർക്കൊക്കെ അത്ര ഒരു ഡൈവേഴ്സായിട്ട് നോളേജ് ഉണ്ടോയെന്നറിയില്ല, ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ റിസർച്ച് ചെയ്യേണ്ടി വരും. അവരുടെ ഒരു വാല്യുബിൾ ടൈമും വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നു വെച്ചിട്ട് മിക്കവാറും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഇൻസൈറ്റ്സ് ഞാൻ തരും. എന്നിട്ട് എന്തായാലും ഒരു വീഡിയോ ഇടണം നിൽക്കാം. കാരണം ഇപ്പോൾ കേരള പുതിയ നിയമസഭയും പുതിയ ക്യാബിനറ്റൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. MLA ചെയ്തില്ല, ക്യാബിനറ്റ് ചെയ്തു. പിന്നെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു 5 നേഷൻ ടൂറിലുമാണ്. നോർവേയിലെത്തിയപ്പം ഒരു പ്രസ് കോൺഫറൻസിൻ്റെ ഒരു വിഷയം അങ്ങനെ അങ്ങ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഒരു ക്ലാസ് റൂം ആസ് എ ടീച്ചർ ഫോർ 2 decades ആയി. ആ ഒരു അപ്രോച്ചിലാണ് ഞാൻ പല സിറ്റുവേഷൻസിനെയും കാണുന്നത്. ഒരു ലീഡർ, ഫോളോവർ. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ്. ഫസ്റ്റ് നമ്മളെ കേരള പുതിയ ക്യാബിനറ്റ് ഉണ്ട്. ഇന്നലെ ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ഇതുവരെ കേരളത്തിലും മുഖ്യമന്ത്രിമാരെയൊന്നും ഇതുവരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, കാണാൻ പറ്റിയിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ കൂടെ. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറ് കടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷമായിരുന്നു ഒരു മന്ത്രിനൊക്കെ ഫ്രണ്ട് സീറ്റിലേക്ക് നിൽക്കുന്ന ആ ഒരു ട്രെൻഡ് കണ്ടത്. അല്ലെങ്കിൽ ഇവർ ബാക്ക് സീറ്റിലൊക്കെ ഉണ്ടാവുക. പതിവ് ഈ പ്രൈം മിനിസ്റ്ററും ഒക്കെ ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേക്ക്, റിപ്പബ്ലിക് ഡേക്കൊക്കെ വരുമ്പോൾ ഫ്രണ്ട് സീറ്റിലാണ് ഇപ്പോൾ കാണുന്നത്. കുറേ മുന്നേ ഒക്കെ അങ്ങനെ AK ആൻ്റണി സാറിനൊക്കെ കോഴിക്കോട് CSIൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അതുവഴി ഞാനും അമ്മ ഇങ്ങനെ കടന്നു പോകുമ്പം മുഖ്യമന്ത്രിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാ സന്നാഹവും അവിടെയുണ്ട്. അപ്പോൾ എനിക്കും അമ്മക്കും അതിൻ്റെ ഉള്ളിൽ കയറണോ വേണ്ടയോ, നമുക്കതിൻ്റെ സെക്യൂരിറ്റി പ്രോട്ടോക്കോളൊന്നും അറിയില്ല. നമ്മൾ ചുമ്മാ അതുവഴി കടന്നു പോകുന്നതായിരുന്നു. ഇവരുടെ CSIൻ്റെ തന്നെ ആയിരുന്നു. അമ്മ വർക്ക് ചെയ്തത് CSI മാനേജ്മെൻറ്റാണ്. എന്താണെന്നറിയില്ല, നമുക്ക് പലപ്പോഴും ഒരു ആശങ്കയാണ്, പോണോ വേണ്ടിയോ. ഈവൻ APJ അബ്ദുൽ കലാം സാറ് പ്രസിഡൻറ്റ്, എനിക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ശാരദ കൃഷ്ണ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ്. അന്ന് മോർണിംഗിൽ എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ആൾക്കാരെ ഡിറ്റക്ഷൻ ഡിവൈസിൽ കൂടെ ഒക്കെ അകത്തേക്ക് കടത്തി വിടുന്നത്. പക്ഷെ അത് ഇൻവൈറ്റീസ് ആണോ പബ്ലിക് ഉണ്ടോ ഒന്നും അറിയില്ല. അദ്ദേഹത്തിനെ കാണാൻ പറ്റാവുന്നതൊരു വലിയ മിസ് തന്നെയാണ്. കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണ്ടതെന്നല്ല, എനിക്ക് അന്ന് ശങ്കർദയാൽ ശർമ്മ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. തലശ്ശേരി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രണ്ണൻ കോളേജിൻ്റെ സെൻറ്റിനറിക്കായിരുന്നു. അമ്മയും ആൾക്കാരൊക്കെ RDO ഓഫീസിൻ്റെ അവിടെ എവിടെയോ നിന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം കയറി പോകുന്നതാണ് കണ്ടത്. 2 ഹെലികോപ്റ്റർ മാത്രമേ സ്റ്റേഡിയത്തിൽ നടുക്ക് നിർത്തിയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. ഹെലികോപ്റ്റർ പിന്നെ അങ്ങ് പറന്നുപോയി. ഇവരൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ പിന്നെ പെട്ടെന്ന് ആളെ മനസ്സിലായി. ഞാനൊക്കെ നന്ന ചെറുതായിരുന്നു. 1991 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു കാലഘട്ടത്തിലാണ്. നിയമസഭയിൽ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു 2013 മാർച്ചിൽ തന്നെയായിരുന്നു കണ്ടത്. മാർച്ചിൽ ആ ഒരു ഫസ്റ്റ് ട്രിവാൻഡ്രം ട്രിപ്പിൽ ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്കൊക്കെ കാണാൻ പോയെന്ന് തോന്നുന്നു. എന്നവിടെ അസംബ്ലി നടക്കുന്നുണ്ടായില്ല. എന്തായാലും ഇപ്രാവശ്യം ആരെയും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊന്ന്
പ്രൈം മിനിസ്റ്റർ നോർവേയിലെത്തിയപ്പം പ്രസിനെ അഭിമുഖീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫ്രീ പ്രസ്സുള്ള നാടാണത്. ബട്ട് ഓരോ കൺട്രിക്കും അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആസ് സംബഡി ഇലക്റ്റഡ് ബൈ പീപ്പിൾ, ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം പിന്നെ മീഡിയനെ പ്രീതിപ്പെടുത്തൽ തന്നെയാണ് കാര്യമായിട്ട് നടത്തുന്നത്. അവർ തന്നെയാണ് മുൻകൈയിൽ നിൽക്കുന്നത്. പലപ്പോഴും ഒരു നേതാവ് ഡയറക്റ്റ്ലി പ്രസ് കോൺഫറൻസിന് അഭിമുഖീകരിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് അസൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പാർട്ടിക്കാണെങ്കിൽ പാർട്ടി വക്താവ് ഉണ്ടാവും, ഒരു മിനിസ്ട്രിക്കാണെങ്കിൽ അവരുടെ പേഴ്സൺ, പ്രത്യേകിച്ച് അധികം ഇവിടെ എക്സ്റ്റേണൽ അഫയേഴ്സിനും ഹോം മിനിസ്ട്രിക്കും എനിക്ക് തോന്നുന്നു മൊത്തത്തിനൊരു ക്യാബിനറ്റ് പ്രസിഡൻ്റ് ആൾ ഇൻചാർജ് ഉണ്ടാവണം. അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മളൊരു നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട്, നേതാവ് എന്ന് പറഞ്ഞാൽ കുറേ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ വന്നപ്പം അവരുടെ ഒരു മെമ്മറിയിൽ നിന്ന്, അവരുടെ അമ്മാവൻ ഫ്രീഡം ഫൈറ്ററായിരുന്നു. അവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഏതൊരു പ്രഗത്ഭനായ നേതാവ്, ആ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ ബോംബെ വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജനങ്ങൾക്ക് നേതാക്കന്മാരോടുള്ളൊരു വികാരം. ആ വികാരം എന്ന് പറയുന്നത് നേതാക്കന്മാർ അങ്ങനെ അവരുടെ ഒരു എനർജി ആൻഡ് എഫേർട്ട് ജനങ്ങൾക്ക് ഒഴുകി വെക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു വികാരം വരുന്നത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു പ്രസ് എന്തെങ്കിലും ഒരു ചോദ്യം, പ്രത്യേകിച്ച് അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അവിടുന്ന് പിന്നെ ഇന്ത്യേൻ്റെ ഒരു കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പാരിറ്റീവ്ലി ഒരു ബാലൻസ് പോകുന്ന, ഇപ്പോൾ ജുഡീഷ്യറിയൊക്കെ ആയിക്കോട്ടെ, അപ്പം ലേഡീസൊക്കെ ഒരുപാട് കോടതിയിൽ പോയിട്ട് എന്താ പറയുക ഫേവർ നേടുന്നുണ്ട്. ഫേവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കോടതി എല്ലാവരും ഈക്വലായിട്ടൊക്കെ കാണുന്നത്. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്തുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ തന്നെ 2 വർഷത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് നമ്മളുള്ളത്. അപ്പം ഒരു നേതാവ് ഡയറക്റ്റ്ലി പ്രസ്സിനെ അഭിമുഖീകരിക്കുമ്പം പ്രത്യേകിച്ച് പ്രസ്സിൻ്റെ ക്വസ്റ്റ്യൻ അത്ര ഒരു സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കില്ല, ട്വിസ്റ്റഡും ആയിരിക്കും. അപ്പോൾ എന്ത് വായിന്ന് വീഴുന്നു എന്നുള്ളത് അത്രയും ടു ദ പോയിൻ്റ് ആയിരിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ സ്പീച്ചസ് ആണെങ്കിൽ പ്രസിഡൻറ്റും അത് ന്യൂട്രലിൽ നിൽക്കേണ്ട ആൾക്കാരൊക്കെ അധികവും വായിക്കലാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ചൊവ്വയിൽ എവിടെയും ഒരു ബയാസ്ഡ് ആവരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം മിക്ക പ്രസിഡൻറ്റുമാരും നോക്കി വായിക്കുന്നത് കാണാം. പ്രൈം മിനിസ്റ്റേഴ്സ് അങ്ങനെയല്ല, അവർക്കൊരു പൊളിറ്റിക്കൽ ചായ്വ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു അലൈൻമെൻറ്റിൽ അവരുടെ ഒരു പ്രസംഗം അങ്ങനെ കൊണ്ടുപോകും. ഇപ്പോൾ എനിക്ക് പിന്നെ നമുക്കിപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാര്യമൊക്കെ അറിയാം. അവരിപ്പം ഡയറക്റ്റ്ലി പ്രസിനെ അഭിസംബോധന ചെയ്തതിനെ കൊണ്ട് എന്താ കാര്യം? എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റും പ്രസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് അവരുടെ ഒരു അസൈൻഡ് ആയിട്ടുള്ള ടീം വഴി തന്നെ ആണ്. അതിനായിട്ട് ചുമതലപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ കുറേ ഘടകങ്ങളൊക്കെ ഉള്ള, ഇപ്പം അധികവും ഈസ്റ്റേൺ റീജിയനിലുള്ള കൺട്രീസിൻ്റെ നേതാക്കന്മാർ പലപ്പോഴും പ്രസിനെ അഭിസംബോധന ചെയ്യൽ കുറവ് തന്നെയാണ്. ഒന്ന് ഈ നമ്മുടെ ഈ ഒരു ബൈൻഡിങ് ഫാക്ടർ, ഒരു നേതാവിലുള്ളൊരു വിശ്വാസം, അത് ആ ഒരു എനിക്ക് തോന്നുന്നു ടു ലാർജർ എക്സ്റ്റെൻറ്റ് ഒരു പ്രൈവസി തന്നെയാണ്. നമ്മൾ അവരുടെ ഒരു വീക്ക് സൈഡ് കാണാണ്ട്, അപ്പം നമ്മളിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാം നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അതിലൊരു കോമഡി ചോയ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചൈന ട്രിപ്പും എല്ലാം ഒരു എന്നാ പറയുക, അതിലെപ്പോഴും ഒരു ഫണ്ണി അലൈൻമെൻറ്റ് ഉണ്ടോ എന്നാണ് ഇപ്പോഴത്തെ മീഡിയ നോക്കുന്നത്. അതുവഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബില്യനിയർ എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും അത് ജനങ്ങൾ മറന്നു തുടങ്ങി. പിന്നെ പ്രസിഡൻറ്റ് ഇലക്ട് ഒരു എലക്റ്റഡ് പ്രസിഡൻ്റാണെന്നുള്ളത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവറേജ് ഒന്നും കാണുന്ന ആൾക്കാർ പലപ്പോഴും മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് എനിവേ ഒരു ബൈൻഡിങ് ഫാക്ടർ ആ നേതാവിൻ്റെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്.
ആ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രൈവസിയാണ് ആവശ്യമെങ്കിൽ, പ്രൈവസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ടീം തന്നെയുണ്ട്, ബ്യൂറോക്രാറ്റ്സും ഒക്കെ സപ്പോർട്ടീവ് ഫാക്ടറായിട്ടുണ്ട്. അപ്പം അതൊരു പ്രൈവസി ആയിട്ട് തന്നെ നിൽക്കട്ടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പം അത് എടുത്തു കാണിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, മീഡിയ തന്നെ ചില കാര്യങ്ങളൊക്കെ എത്തുമ്പം ബയാസ്ഡ് ആയതുപോലെയൊക്കെ കാണാം സ്റ്റേറ്റ്മെൻറ്റ്സ്. ബട്ട് സ്റ്റിൽ ഒരുവിധമൊക്കെ നമ്മുടെ മീഡിയ കുത്തിപ്പോക്കേണ്ടതൊക്കെ കുത്തിപ്പോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് ഇന്ത്യൻ്റെ ഒരു മീഡിയ ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, നമ്മുടെ ഡൈവേഴ്സിറ്റി തന്നെ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി പ്രൈം മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു ഇവൺ മൻമോഹൻ സിംഗ് അങ്ങനെ ഡയറക്റ്റ്ലി ഒരു പ്രസിഡന്റ് അഭിസംബോധന ചെയ്തത് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ പാർട്ടി വക്താവൊക്കെ, പാർട്ടി പ്രസിഡൻ്റൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പ്രസിന്. സീതാറാം കേസരിയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അധികവും ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ. പ്രൈം മിനിസ്റ്റർ ചെയ്തില്ലെങ്കിലും അവരുടെ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ പേഴ്സണൽ ഡിസിഷൻസും അല്ലല്ലോ, ഒരു ക്യാബിനറ്റിൻ്റെ മൊത്തം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മൊത്തം അത് അവരുടെ ബ്യൂറോക്രാറ്റ് വഴി പ്രസ്സിനെ അറിയിക്കുന്നുണ്ട്, പ്രസ് ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അത് ആ ഒരു രീതി കുഴപ്പമില്ലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളൊരു നേതാവിനെ വിലയിരുത്തുന്നത് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ധാരണയിലല്ല. അദ്ദേഹത്തിനാവുന്ന രീതിയിൽ പൊതുസേവനം ചെയ്യുമ്പം ഓക്കെ അയാൾക്ക് ചെയ്തു ഇയാൾക്ക് ചെയ്തു അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു CPM അനുഭാവിയാണ് അദ്ദേഹം. പക്ഷേങ്കിൽ അദ്ദേഹം പറഞ്ഞത് VM സുധീരൻ കോൺഗ്രസ് നേതാവ് അവരെ കൊണ്ടായിരുന്നു. അതായത് VM സുധീരൻ ഇത് എനിക്ക് തോന്നുന്നു കിടപ്പിലായ വ്യക്തിയാണോ അല്ലെങ്കിൽ എന്താ അസുഖം ബാധിച്ച വ്യക്തിയായിരുന്നോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ വിളിച്ചന്വേഷിക്കാറുണ്ടായിരുന്നു. വേറൊരു പാർട്ടി ആണോ എന്നറിയില്ല, എനിക്ക് തോന്നുന്നു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാർട്ടിക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിനെ ഇപ്പോൾ ഒരു CPMൻ്റെ അനുഭാവി കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ കൊണ്ട് നല്ലത് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ VM സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഈ അസുഖമായിട്ടുള്ള രോഗി ആയിരിക്കണം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇത് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലൊന്നും നടന്ന സംഭവമല്ല, എത്രയോ മുന്നേ നടന്നതാണ്, എത്രയോ മുന്നേ അദ്ദേഹം പറഞ്ഞതാണ്. അതൊന്നും അങ്ങനെ ഒരു പത്രവാർത്തയായിട്ട് ഒന്നും വന്നതല്ല. അത് ഒരു ആളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇൻ്ററാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്സാണ്. അപ്പം അങ്ങനെയുള്ളൊരു അതാണ് നമ്മുടെക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേതാവ് എന്ന് പറയുന്നത്. ഒരു മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരാളുണ്ടാവണം, ഒരു നേതൃത്വം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എന്തോ ആവട്ടെ, ചില സമയത്ത് നമ്മളൊരു ആളെ പറ്റിയിട്ട് മോശം പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ ഒരു എന്താ പറയുക, എവിടെയോ നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ സംതിങ് ഒരു ഇംപ്രഷൻ ചെറിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ ഔട്ട്വേർഡ്ലി നമ്മൾ ഓക്കെ അത് ഇത് എല്ലാം പറയുമെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു മോശം വരാതിരിക്കേണ്ടിയിട്ടാണ് ഈച്ച് ആൻഡ് എവറി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പറ്റിയിട്ട് അവർ ഇന്നേ രീതി പറഞ്ഞു അന്നേ രീതി നമ്മൾ അപ്പോൾ തന്നെ തിരുത്താൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? വി ഡോണ്ട് വാണ്ട് ദാറ്റ് ബ്ലാക്ക് മാർക്ക്. അത് ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റീൻ്റെ അപ്പുറത്തേക്കൊരു കൺട്രീൻ്റെ ആണെങ്കിൽ കൺട്രീൻ്റെ ഒരു പേഴ്സണാലിറ്റി, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു നേതാവ് എന്നുള്ളൊരു വികാരമാണ്. അപ്പോൾ നേതാവ് എന്നുള്ളതെന്ന് പറയുന്നത് അദ്ദേഹം ഒരു സൊസൈറ്റിക്കും ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു രാജ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ബഹുമാനം കൊടുത്തിരിക്കണം. അതിൽ പെട്ടെന്നൊരു ഏതെങ്കിലും ഒരു മീഡിയം പേഴ്സണിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തേണ്ടതല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മൂന്നാമത് ഞാനിതൊക്കെ എൻ്റെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ പലപ്പോഴും ഈ ഒരു സൈക്കോളജി കൊണ്ടുവരുന്നത്. ക്ലാസ് റൂം അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈക്കോളജി എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ കൺട്രോൾ കിട്ടണം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ടോ
അല്ലെങ്കിൽ എന്താ പറയുക, അധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മൾ തറുവായിരിക്കണം എടുക്കുന്ന വിഷയം. ആ തറുവായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, കുട്ടികൾ നമ്മളെ കേട്ടിരിക്കും. എനിക്കിപ്പോൾ പറ്റാവുന്നതെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ റീഡിങ് സ്കില്ലുണ്ട്. ഇതൊന്ന് പുസ്തകം നോക്കി വായിക്കുമ്പോഴേക്കും കുറേ എണ്ണം ബാക്കൊന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഞാനാണെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ അങ്ങനെ അങ്ങ് വിട്ടേക്കാമെന്ന്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ ലാസ്റ്റായിട്ട് ഓഫ്ലൈൻ സെറ്റപ്പിൽ പഠിപ്പിച്ചപ്പോൾ ഞാനങ്ങനെ വിടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വരുന്ന ടീച്ചേഴ്സിന് അത് ബുദ്ധിമുട്ടാകുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ആ ഒരു ഇത് പോയി. ബാക്കിലെ റോലൊക്കെ ആയിരിക്കും അധികം ഈ ഇങ്ങനെ വർത്തമാനം പറയുന്ന ടീമൊക്കെ ഉണ്ടാവും. ഒന്നാമത് ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയ യുഗത്തിൽ കുട്ടികൾക്ക് യൂട്യൂബിലുണ്ട് ടോപ്പിക്സ്, ഗൈഡായിട്ടും ലേബറിൻ്റെ ആയിട്ടും എല്ലാം ഉള്ളത് കൊണ്ട് ക്ലാസ് റൂമിൽ അവരുടെ ഒരു ബേസ് കിടക്കുന്ന ഒരു ലേസിനെസ് ആണെന്ന് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഒരു മടിയന്മാർ. നമ്മളിപ്പോൾ കളിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ടെൻഡൻസി പഠിക്കാൻ ഇരുത്തുമ്പോൾ. ക്യൂരിയോസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ക്ലാസ് റൂം എഡ്യൂക്കേഷനിൽ എല്ലാവർക്കും മിക്ക പേർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലേസിനെസ് അണ്ടർലൈൻ ആസ്പെക്റ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളെ സൊസൈറ്റീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സൊസൈറ്റിയിൽ നിന്ന് അണ്ടർലൈൻ അല്ലെ ബേസായിട്ട് കിടക്കുന്ന ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്നെസ്. മനുഷ്യൻ്റെ ഒരു ഈവിൾ നേച്ചറിനെ ലോ വഴിയും കാര്യമായിട്ട് ലോ അതിനെ ഭയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവയർനെസ് കൊണ്ടും പ്രീച്ചിങ് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിഫൈനിങ് ചെയ്യുന്നത്. അതിനൊരു വലിയൊരു കാലഘട്ടം എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് തന്നെ ഒരു വലിയൊരു കാലഘട്ടം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളൊരു 22-23 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ ജോലിയിലോട്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് ഹ്യൂമൻ ആയിട്ടൊക്കെ മാറുന്നത്. അവിടെ റീഫൈൻമെൻ്റ് ഓഫ് കറക്റ്റ്. നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ശീലക്കേടും ഉണ്ടാവും. ഷാഠ്യം ഉണ്ടാവും, വലിച്ചെറിയുന്ന സ്വഭാവം ഉണ്ടാവും, അവരെന്തൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പം അവിടെയൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ വഴിയും അത്യാവശ്യം പേടി കൊടുത്ത്, ഇപ്പോൾ പഴയ കാലത്തുള്ള ആൾക്കാരാണ് പേടി കൊടുത്തിട്ടുണ്ടാണ്. നമ്മുടെയൊക്കെ കുറേ മുന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറയുന്നത് കേൾക്കാം, എന്താ പറയുക, ഈ നമ്മളെ കണക്കൊക്കെ തെറ്റിയാലൊക്കെ അടിച്ചിട്ടൊക്കെയുള്ള ഏർപ്പാട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അടിയുണ്ടായിരുന്നു സ്കൂളിൽ. തെറ്റിയാലൊക്കെ അടിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ആ ഒരു ട്രെൻഡില്ല. അങ്ങനെയൊക്കെ ഒരു ശിക്ഷണം ഡിസിപ്ലിനൊക്കെ കൊടുത്തൊരു കാലഘട്ടം. ഇന്നിപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മളെല്ലാം ഡൈവേഴ്സിറ്റിയിൽ പെരുമാറുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് അത് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് കയോസ് ആൻഡ് കൺഫ്യൂഷൻ. ഒരു യൂണിഫോമിറ്റീൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ യൂണിഫോമിറ്റി ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് റൂം കൺട്രോളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ തന്നെ നമ്മൾ തറുവായിട്ടിരിക്കണം നമ്മൾ വിഷയം. നമുക്ക് ഈ 45 മിനിറ്റ് എങ്ങനെ 45 മിനിറ്റ് എത്ര കിട്ടും, അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നല്ലൊരു ധാരണയുണ്ടാകണം. പിന്നെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ഒരു വഴക്ക് പറഞ്ഞു പോയി, പിന്നെ ശരിക്കും നമ്മൾ ഗ്രിപ്പ് അങ്ങ് വിടും. കുട്ടികൾക്ക് ഓക്കെ പോയിൻ്റ് മനസ്സിലാവും, ഓക്കെ ഇതാണ് വീക്ക്നെസ്. വഴക്ക് പറയേണ്ട സ്ഥലത്ത് പറയണം, അത് വേറെ കാര്യം. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ടാണ് കുട്ടികളെ ഇപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുന്നതായിരിക്കും, സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ടാണ് അധികവും അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടാകുക. ബിക്കോസ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ കുട്ടികളുടെ ക്രൗഡിൽ നിന്നും കുട്ടികളെ പൊക്കുമ്പോൾ അവർക്കൊരു ഈഗോ ക്ലാഷൊക്കെ വരും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടീച്ചർമാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വലിയൊരു തലവേദന. കാരണം നമ്മുടെ മുമ്പിൽ ഒരു 40, 50, 60 കുട്ടികളുണ്ടാവും. അപ്പം ഇതിൻ്റെ മൊത്തത്തിനെ ഒന്ന് നമ്മളിലേക്ക് ഒരു ആവാഹിച്ച് കൊണ്ടുവന്ന് വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അവരിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഔട്ട്വേർഡ്ലി ഒരു റേഡിയേറ്റിംഗ് കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് പകർന്നു കൊടുക്കാവുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോൺഫിഡൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു കൺട്രോളിങ് എന്നത് സ്ട്രിക്ട്നെസ് അല്ല, ബട്ട് നമ്മുടെ ഈ സ്കൂളിലൊരു ടീച്ചറിൻ്റെ അതേ ആംഗിളിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ജനങ്ങളുടെ നേതാവ് ഈക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറിയ പാടുള്ളൊരു വിദ്യാർത്ഥി സമൂഹമല്ല ഞാൻ ലാസ്റ്റിൽ 2018-19 പഠിപ്പിക്കുന്നവരെ. അപ്പോഴത്തേക്കും തന്നെ കുറച്ച് കുട്ടികളുടെ ഈഗോ കൂടി,
ഈ ഒരു 40 50 ഉള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മളൊരു ക്ലാസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പറയുന്നത്. പക്ഷേ പെട്ടെന്ന് ആ ഈഗോ വന്ന് ബോസായി കളിക്കുമ്പം ഈ ആ ഒരു കുട്ടീൻ്റെ ബിഹേവിയർ ബാക്കി എല്ലാ കുട്ടികളിലും ഇമ്പാക്റ്റ്. ഓക്കെ, ടീച്ചറിൻ്റെ മുമ്പിൽ അവൾ അങ്ങനെ കളിച്ചു ഒക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്കും അതൊരു എന്താ പറയുക, പിന്നെ അങ്ങോട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ, കാരണം കുട്ടികളുടെ ഒരു ഇമേജ്, ഒരു ഇംപ്രഷൻ ടീച്ചറിനെ പറ്റിയിട്ടുള്ളത് മാറുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ വീട്ടിൽ നടക്കില്ല, വീട്ടിൽ പ്രത്യേകിച്ച് അച്ഛന്മാരുടെ അടുത്ത് നടക്കില്ല. കാരണം ബിക്കോസ് വീടുകളുടെ ഇവിടെ സ്കൂളിലാണെങ്കിൽ നമ്മൾ ഈ 40 50 അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ നേരിടുന്നത്. ബട്ട് ഇവിടെ വീട്ടിലാവുമ്പം പലപ്പോഴും ഇവർ അച്ഛന്മാരെ എതിർത്ത് പറയാൻ നിൽക്കലില്ല. ബിക്കോസ് അവർക്കറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നാളെയും മറ്റന്നാളും ഒക്കെ തിരിച്ച് കയറി വരേണ്ടത് ഈ ഒരു വീട്ടിൻ്റെ ഒരു മേൽക്കൂര ഉള്ളിൽ തന്നെയാണ്. അപ്പം പലപ്പോഴും കണ്ടിട്ട് രക്ഷിതാക്കൾക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടാവും, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക്. അത് ഞാൻ പല TV ഇൻ്റർവ്യൂവിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. ബിക്കോസ് അവിടെ കുട്ടിക്കറിയാം ഈ കുട്ടീൻ്റെ ഈഗോയും കാര്യം ഒരു കാലഘട്ടം വരെ ഒരു 12ാം ക്ലാസ് ഒക്കെ ഒന്ന് ഏണിങ് ആകുന്നവർ, ഇൻഡിപെൻഡൻ്റ് ആകുന്നവർ ഇവരധികം അച്ഛന്മാരുടെ അടുത്ത് അധികം തിരിച്ചു പറയൂല. അതൊരു ഡിസിപ്ലിൻ അല്ല, അതൊരു ഭയമാണ്, അതൊരു വേറൊരു സൈക്കോളജിയാണ്. ഞാനിതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ തലത്തിലോട്ട് ഉള്ള നേതാക്കന്മാരിലേക്ക് ഇക്വേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നത് ക്ലാസ് റൂം, ഞാൻ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ടീച്ചേഴ്സ് തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ സബ്ജക്റ്റ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ദർ ഇസ് നോ ഓപ്ഷൻ. അവരിപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നുണ്ടാവും, അന്നൊന്ന് യൂട്യൂബൊക്കെ അത്ര കുട്ടികൾ ഇന്നിപ്പോൾ ഈ കോവിഡിന് ശേഷമൊക്കെയാണ് യൂട്യൂബും ഈ ഒരു ഓൺലൈൻ സ്റ്റഡീസൊക്കെ കൂടുതലായിട്ട് അവരുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ആയിട്ട് വന്നത്. അന്നൊന്നും യൂട്യൂബിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത്ര അങ്ങനെ ഇംപ്രിൻ്റ് അല്ല. അപ്പോൾ ഇവർ ഈ ട്യൂഷൻ ക്ലാസ് കേട്ട് അതേ സംഭവം ക്ലാസ്സിലും കൂടെ കേൾക്കുമ്പോഴേ അതങ്ങ് തലയിൽ കയറുള്ളൂ. ഈ മാത്സൊക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഈ നമ്പേഴ്സും കാര്യമൊക്കെ മാറ്റി തിരിച്ചും മറിച്ചൊക്കെ വരുന്ന സംഭവമായിട്ട് കേൾക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് വിഷമം, ഫിസിക്സും കെമിസ്ട്രി ആയിക്കോട്ടെ. പക്ഷേ ലാംഗ്വേജ് ക്ലാസ് റൂംസ് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഇതൊക്കെ എന്ന് പറയുന്നത് അവർക്ക് വീട്ടിൽ നിന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന സംഭവം. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പ്രയാസമുള്ളത് കൊണ്ടും പലതൊക്കെ ആലോചിച്ചിട്ടായിരുന്നു ഞാൻ ടീച്ചിങ് ഫീൽഡിൽ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ 2020 ശേഷമുള്ള ടീച്ചിങ് ഫീൽഡിൽ ഞാൻ 2019 വരെ ഉണ്ടായിരുന്നു. 2020 ആ പാൻഡമിക്കിന് ശേഷം എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളിൽ തലയിട്ടു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിലിട്ടു. പിന്നെ ഓൺലൈൻ അക്കാഡമി ക്രിയേഷന് വേണ്ടിയിട്ട് 4 ഭാഷകൾ പഠിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പൈസ കൊടുത്തിട്ട് ചേരുന്ന തന്നെ. ഇപ്പം ഹെൻറി ഹാവിനിലൊക്കെ ഒരു A1 ലെവൽ ഓഫ് ഇപ്പോൾ ഫ്രഞ്ച് റഷ്യനൊക്കെ അന്ന് 12,500 ഒക്കെ ഉണ്ടായിരുന്നു. A1 ലെവലിന് തന്നെ ആ ഒരു റേറ്റ് ഉണ്ട്. ഇപ്പം എത്രയാണെന്ന് അറിയില്ല. പക്ഷേ അതൊന്നും A1 ലെവൽ ഉണ്ട്. A1 ഞാൻ വെച്ചിട്ട് അക്കാഡമി നമ്മളൊരു സ്ഥാപിക്കാൻ താല്പര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സ് കൂടാണ്ട് നമ്മളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ പഠിപ്പിക്കേണ്ടെങ്കിൽ പഠിപ്പിക്കുക. പക്ഷെ അന്ന് മനസ്സിൽ A1 ലെവലിൽ പോരാ, ഒരു C1 വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു ക്വാളിഫയിങ് എക്സാമൊക്കെ എടുക്കണം. പിന്നെ ഇതൊക്കെ പഠിച്ചെടുക്കലെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ അറിയാത്ത ഭാഷ ഇവിടെ സംസാരിക്കാനും കൂടെ ആളില്ലാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അറിയുന്ന ആൾ വേണം. ഈ ഫ്രഞ്ച് അറിയുന്ന ആൾ ഇവിടെ തലശ്ശേരി ആരുണ്ടാവാൻ എല്ലാം. നമ്മളിപ്പോൾ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലൊക്കെ കുറവാണ്. ഇത് എവിടേക്കോ ഇതിൻ്റെ സമൂഹം ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഡുവലിംഗ് പോലത്തൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഡുവലിംഗ് ഇതുവരെ ഒരു പെയ്ഡ് വേർഷനിലോട്ട് പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ലിമിറ്റേഷൻ അതിനുണ്ട്. എന്തിനൊക്കെയോ കോണ്ടൻറ് റൈറ്റിങ്ങിനും ഒക്കെ കണ്ടമാനം പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയോ മെൻറ്റേഴ്സിൻ്റെ കീഴിലുണ്ട്. ഇന്നിപ്പം മെൻറ്റേഴ്സ് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒരു വളർച്ച ഇങ്ങനത്തെ ഒരു പേഴ്സണലി ആരും അങ്ങനെ ഒരു മെൻറ്ററൊന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് തന്നെ ലൈക്ക് എ വൈൽഡ് ഫ്ലവർ ദറ്റ് ബ്ലൂംസ് വിതൗട്ട് സീസൺസ് എന്ന് പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിലുദിക്കുന്ന കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്നതും ഇതുവരെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അക്കാഡമി രജിസ്റ്റർ ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ദാറ്റ് സിമ്പിൾ. ഏതൊക്കെയോ രീതിയിലൊക്കെ മനസ്സ് സഞ്ചരിച്ചു, ആരുടെയൊക്കെയോ സഹായം തേടി. പക്ഷെ അവസാനം ഒരു എന്താ പറയുക, ഒരു പൈസയൊന്നും കൊടുക്കാണ്ട് ഒരു ആരുടെയോ മനസ്സിന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത്, നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളാണ്, ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇക്കോണമിക്കലായിട്ടൊരു അക്കാഡമി രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റിയത്.
ഇപ്പോഴും ഇപ്പം ഞാൻ ഇന്ന് കൂടെ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ അപ്ലൈ ചെയ്തത്, ഇന്ന് റിസൾട്ട് വന്നു. അത് നമ്മളിപ്പോൾ AI ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒത്തിരി റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോളേജ് അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കുമായിരിക്കും. പക്ഷെ ഇത് പെട്ടെന്നായിരിക്കും AI തന്നെയായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അപ്പോഴാണ് പല ആംഗിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ അത്ര പ്രൊഫഷണലായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പം വരുന്ന ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് അവസരം തരും അവർ, പിന്നെ 30 days കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ റീടേക്ക് ചെയ്യാനൊക്കെ അവസരമുണ്ട്. പക്ഷെ അതാകുമ്പോൾ റിമോട്ടാണ്, ഇതൊക്കെ ഡോളേഴ്സുള്ള ഏർപ്പാടാണ്. പക്ഷെ വർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു പ്രയാസമാണെന്ന് ചോദിച്ചാൽ അതെ. മേ ബി എൻ്റെ യങ് വേർഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെ. പ്രത്യേകിച്ച് അമ്മയും ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണെങ്കിൽ മേ ബി ഐ ഹാവ് കുറച്ചും കൂടെ ഒരു ഷാർപ്പായിട്ട് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ഇന്നിപ്പം എന്താ പറയുക, കുറച്ച് വായിച്ച് പിന്നെ എന്തെങ്കിലും അടുക്കളയിൽ മറന്നു പോയിട്ടുണ്ടാവും, അത് ചെയ്യാൻ പോകണം. അങ്ങനെ ബ്രേക്ക് വരുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ആ ഫ്ലോ കിട്ടാത്തൊരു ഇഷ്യൂ. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു അക്കാഡമി ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ബാക്കിൽ ക്രാഫ്റ്റ് വർക്ക് കാണുമോയെന്നറിയില്ല ഈ ഒരു ആംഗിളിൽ നിന്ന്. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ക്രാഫ്റ്റാണ്, ഇതൊരു ക്യാൻഡിലാണ്. പക്ഷെ ഞാനിതിനെ പേർപ്പസ് ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നില്ല. പേർപ്പസ് ക്യാൻഡിലൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ കോയിൻ ചെയ്ത വാക്കുകളാണ്. അതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ കത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ക്യാൻഡിൽസൊക്കെ ഡെക്കറേഷൻ പേർക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് ആണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പേർപ്പസ് ക്യാൻഡിലാണെങ്കിൽ ഈ ഡെക്കറേഷൻ പറ്റില്ല കേട്ടോ, കാരണം മെൽറ്റ് ചെയ്യുമ്പം അതെന്താവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ടുമില്ല. ഞാൻ ചുമ്മാ ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ടതാണ്. ഞാൻ ഇത് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഇപ്പുറം വെക്കുന്ന ഒരു ടെറാക്കോട്ട ബൗളാണ്. റെസിൻ ആർട്ട് പറയും. പക്ഷേ റെസിൻ ആർട്ടിനേക്കാളും നമ്മുടെ ഒരു ഹെൽത്തിന് നല്ലത് ക്യാൻഡിൽ, പ്രത്യേകിച്ച് സോയ വാക്സിൻ്റെ. റെസിനൊക്കെ പറയുന്നത് നമ്മൾ കയ്യിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കഴുകലും ഡിസ്പോസിങ്ങും ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ ശ്രദ്ധിക്കണം. റെസിനാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ റെസിനാർട്ട് ആക്കുമ്പം നല്ല കെയർഫുള്ളായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളർന്നു വരാൻ നല്ലൊരു സർക്കിളില്ലെങ്കിൽ, നല്ലൊരു ഓർഗാനിക് ഗ്രോത്തിൽ ഒത്തിരി പ്രയാസമാണ്. ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ ആരോ തെറി വിളിച്ച് ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടപ്പം എൻ്റെ റിപ്ലൈ എൻ്റെ കാണാം, എൻ്റെ അക്കൗണ്ട് നോക്കുമ്പം കാണാം. പക്ഷേ ഞാൻ വേറൊരു അക്കൗണ്ടിലേക്കൂടെ കയറി നോക്കുമ്പം എൻ്റെ റിപ്ലൈ കാണുന്നില്ല, അയാൾ ഇങ്ങോട്ട് വിളിച്ചതേ കാണുന്നുള്ളൂ. അതൊക്കെ എങ്ങനെയാണ് AI ഹൈഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ AI? എനിക്ക് തോന്നുന്നു ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ഫോളോവേഴ്സുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയേൻ്റെ ഫാനല്ല ഞാൻ അതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഇതൊക്കെ എന്താ പറയാം, എവിടെയോ കിടക്കുന്ന കുറേ സംഭവങ്ങൾ ആൽഗോരിതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ബിസിനസ് തന്നെ ഒരുപാട് ലൈക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആൽഗോരിതം ബൂസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ്. അതൊക്കെ കൺവേർഷൻ ആകുന്നുണ്ടോയെന്ന് ദൈവത്തിനറിയാം. പിന്നെ ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ ഒരു യുവമോർച്ച പ്രവർത്തകർ ലേഡീസ് KSRTC ബസ്സിൽ പൈസ കൊടുക്കാണ്ട് ട്രാവൽ ചെയ്യാമെന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഒരു ടോപ്പിക് ഇതായിരുന്നു, ഫ്രീ ട്രാവൽ ഫോർ ലേഡീസ് ഇൻ KSRTC. 18-ാം തീയതി മുതലായിട്ടോ, എപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാ ചാനൽ ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ താഴത്ത് വന്ന കമൻസ് ഒക്കെ പറഞ്ഞാൽ എല്ലാം ഇവർക്കെതിരെയുള്ളൊരു ഐഡിയോളജി മാത്രമാണ്. ഒന്നില്ല ഇവർ അനുകൂലിച്ചിട്ടുള്ളത്. ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷേങ്കിൽ കാരണം കോൺഗ്രസിൻ്റെ പ്രസ്താവനയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഓപ്പോസിറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീം വർക്ക് ഉണ്ട് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ. അവരെ ഈ ഒരു മാധ്യമത്തിൻ്റെയും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ തന്നെ ഓരോ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് ഇൻറ്റേൺസൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ടാവും. അപ്പം നമ്മളെ പണി അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ്സ് എഴുതലാണ്. ഇപ്പം നമ്മൾ ചില കമ്പനീസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ജോബ്
അസൈൻ ജോബ് ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഈ അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമാണെന്നുണ്ട്. അതുമല്ല, ഓരോ അക്കൗണ്ട് ടാർഗറ്റ് ഇന്നയാൾക്ക് ഇന്നേ മാസം ഇത്ര കമൻറ്റ്. അപ്പം നമ്മൾ മാത്രമായിരിക്കില്ല, ചിലപ്പം നമ്മളെ സർക്കിളിൽ നിന്ന് തന്നെ ആൾക്കാരോട് അതിൽ കമൻറ്റ് ചെയ്യാൻ പറയും. ഇപ്പം പത്രമാധ്യമങ്ങളൊക്കെ ആ ഒരു സംഭവം എടുക്കുന്നുണ്ടാകും. അപ്പം ഇതിലൊന്നും തന്നെ ഒരു അലൈൻമെൻറ്റിൽ മാത്രമാണ്. അപ്പം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എതിർക്കണ്ടെങ്കിൽ അപ്പുറം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അത് നടക്കുകയുള്ളൂ. പിന്നെ അതിൽ രാഷ്ട്രീയം ഉണ്ട് താനും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ ഫാൻ. പിന്നെ ഐ ഡോണ്ട് ഹാവ് എ മെൻറ്റർ, അത് ഞാൻ ആദ്യമേ പറയാം. ഇപ്പം ഇൻ്റർനാഷണൽ പൊളിറ്റിക്സൊക്കെ എൻജോയ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പം പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താമെന്ന് വിചാരിച്ചത്, ചിലതൊന്നും നമുക്കങ്ങനെ ഒരു മൈൻഡിൽ ചില സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇംപ്രിൻറ്റഡ് ആവില്ല. ഞാൻ തന്നെ ഈ കുട്ടിക്കാലത്ത് ചില വീടുകളിലൊക്കെ പോയാൽ ചില വീടുകളിൽ ഈ കാർട്ടൂൺ നെറ്റ്വർക്ക് വെച്ചിട്ടുണ്ടാകും. ബട്ട് ഐ ഫീൽ സോ എന്താ പറയുക, ബോറിംഗ് ആയിട്ട് തോന്നി. ഇത് ഏതെങ്കിലും ഒരു ചെറിയ ജീവി ഓടുന്നുണ്ടാവും, പിന്നാലെ വലിയ ജീവി ഓടുന്നുണ്ടാവും. ടോം ആൻഡ് ജെറി പോപ്പുലറായിട്ട് കേൾക്കുന്നത്, പക്ഷെ അന്ന് ടോമിനെയും ജെറീനൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കണ്ടാൽ തിരിയുമായിരിക്കും, പക്ഷേ അതൊന്നും കണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടില്ല. പോയിൻ്റൊക്കെ ഇവിടെ ചെറിയ കുട്ടികൾ അന്ന് വരുമ്പം വെച്ചാൽ അന്നേരം കാണലുണ്ട്. അവരത് വെക്കുന്നതുകൊണ്ട് കണ്ടതാണ്. വെച്ചാൽ എനിക്ക് ഒന്ന് കണ്ടിരിക്കുമായിരിക്കും, കാരണം ഞാനത് കണ്ടിരുന്ന ഓർമ്മയുണ്ട്. ഒരു മിസ്റ്റർ ബീൻ്റെ തന്നെ എനിക്ക് ആ കാർട്ടൂണിനേക്കാളും എനിക്ക് ഇഷ്ടം മിസ്റ്റർ ബീൻ്റെ ഒറിജിനൽ ആക്ടിങ് തന്നെയായിരുന്നു. പക്ഷേ ഈ കാർട്ടൂൺ എനിക്ക് ഒരു 2022 ഒക്കെ ആയപ്പോഴാണ് ഒരു ഹരമായിട്ട് വന്നത്. ഒരു ടോമും ജെറിയും റാസ്പുട്ടിൻ ഡാൻസിന് അതിൻ്റെ പാട്ടിന് ഡാൻസ് കളിച്ചപ്പോഴാണ് ടോമും ജെറി രണ്ടുപേരും കളിച്ച ആ ഡാൻസ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് എനിക്ക് അത് ടോം ആൻഡ് ജെറി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഡൽഹുഡിലാണ് ഞാൻ അതിൻ്റെ ഒരു ഫാനാവാൻ തോന്നിയത്. പിന്നെ കുറേ കഴിഞ്ഞ എപ്പോഴും ഇത് മനസ്സിലായി, ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാർട്ടൂണാണ്. ഇനി അതിൻ്റെ ഇടയിൽ എവിടെയും ഞാൻ വായിച്ചിട്ടുണ്ടാകും ഈ ഓസ്കാറും കാര്യം, പക്ഷേ ഓസ്കാറൊന്നും അങ്ങനെ മനസ്സ് കയറിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു 2026 ടോം ആൻഡ് ജെറിൻ്റെ എത്രയോ വർഷം 86 ഇയേഴ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പം ഈ പൽക്കി ശർമ്മൻ്റെ ഒരു ഷോയിൽ ആയിരുന്നു പുസ് ഗെറ്റ് ദ ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലായിരുന്നു കൊടുത്തത്. ഈ ഓസ്കാറിനെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചത് തോന്നുന്നു. അപ്പോഴേ നോക്കുമ്പോൾ ഇവർക്ക് ഓസ്കാറും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം മുന്നേ എവിടെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ എനിക്ക് ഇവർക്ക് എങ്ങനെ ഓസ്കാർ കിട്ടുന്നുള്ള ആ കൺസെപ്റ്റ് ഇപ്പോഴും ഞാനത് സെർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഓസ്കാർ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കാർട്ടൂൺ നെറ്റ്വർക്ക് മേ ബി അതിൻ്റെ ടെക്നിക്കൽ സൈഡിനൊക്കെ ആയിരിക്കും, ഞാൻ ചെക്ക് ചെയ്തില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ 2026 ഇപ്പം അടുത്തെത്തിയപ്പോഴാണ് അത് അങ്ങ് ഇംപ്രിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ടോം ആൻഡ് ജെറി ഓസ്കാർ കിട്ടിയ വ്യക്തികളാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, പക്ഷേ എങ്കിൽ ചില ആംഗിളിൽ എനിക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് അതങ്ങ് മനസ്സിൽ തട്ടി കിടക്കുന്നില്ല. ഇപ്പം ഞാനിപ്പം തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പം എനിക്ക് തോന്നുന്നൊരു എറണാകുളമൊക്കെ കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും കേൾക്കുന്ന സ്ഥലങ്ങളായിരിക്കും. തിരുവനന്തപുരത്ത് എത്തിയാൽ തന്നെയും ഒരുവിധ സ്ഥലങ്ങൾ എല്ലാം നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് കേട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ സർനെയിമായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ദൈവം അത് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. അത് ഇംപ്രിൻ്റ് ചെയ്ത് നിൽക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് കുറേ കാര്യങ്ങളും. ഇപ്പം ഒരു 5-6 കാര്യങ്ങളായിരുന്നു പറയാൻ ശ്രമിച്ചത്. ഒന്ന്, നമ്മുടെ കേരള കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ കാണാൻ ശ്രമിച്ചിട്ടില്ല, എന്തായാലും ഒന്ന് ശ്രമിക്കണം എന്നുണ്ട്. ശ്രമിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പം തലശ്ശേരി സ്റ്റേഡിയത്തിലൊക്കെ വന്നിട്ടുണ്ടാവുക. തലശ്ശേരി ഇവിടെ രാജ്നാഥ് സിംഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വിഷുവിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ അതുവഴി ഓട്ടോ പോകുമ്പോൾ ആ ക്രൗഡിനൊക്കെ ഞാൻ ദൂരെ കണ്ടിട്ടുണ്ട്. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ കാണാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയം പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ എത്തുന്നുണ്ടാകുക. ഒന്ന് കാണാൻ ശ്രമിക്കണം. പിന്നെ ഒരു ഇന്ത്യൻ്റെ ഒരു ഇന്ത്യ മാത്രമല്ല, ഈസ്റ്റേൺ കൺട്രീസ് പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ്. മിക്കവാറും അവരുടെ നേതാക്കന്മാർ പ്രസിഡന്റ് ഡയറക്റ്റ്ലി അഭിസംബോധന ചെയ്യില്ല. പക്ഷേ ഈസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാം നേഷൻസ് കുറവാണ്, പക്ഷേ ഒരുവിധം എല്ലാം വലിയ ജോഗ്രഫിക്കൽ സ്ട്രെച്ചുള്ള റീജിയൻസാണ്. യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയല്ല, ഒരുപാട് കൺട്രീസ് കൂടുതലാണ്, പക്ഷേ എല്ലാം കുഞ്ഞു കുഞ്ഞു രാഷ്ട്രങ്ങൾ. ജോഗ്രഫിക്കലി ആ സ്ട്രെച്ച് കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രെൻഡും അങ്ങനെ, അവരങ്ങനെ ഒരു പൊളിറ്റിക്കലി അങ്ങനെ ഫാമിലി ആയിട്ടോ ഒരുപാട് അതിലോട്ട് ഇറങ്ങുന്ന വ്യക്തിയായിട്ട് ഇപ്പം
ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്ററാന്ന് തോന്നുന്നു. അവർ ഒരു ലേഡി പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ല, കൊറോണയുടെ സമയത്ത് പേര് മറന്നുപോയി. അവരിപ്പോൾ ആ കൺട്രി വിട്ടിട്ട് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അവരുടെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന്, വർക്കല്ല, അവരുടെ ഒരു അങ്ങനെ അടുത്ത ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്ന ആവശ്യത്തിനൊക്കെ എവിടെയോ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊരു ട്രെൻഡ് അങ്ങനെയല്ല. അവരെ വർക്ക് ചെയ്തു യങ്സ്റ്റേഴ്സ് ആ സമയത്ത് തുടങ്ങുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും പല ആൾക്കാരും തുടങ്ങുന്നുണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. എല്ലാം അണ്ടർഗ്രൗണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന്, അണ്ടർഗ്രൗണ്ട് അല്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആണ് കുറേ പേര് വരുന്നത്. ഞാനിതുവരെ ആരുടെയും സഹായം എടുക്കാൻ നിന്നിട്ടില്ല, ആരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ബിക്കോസ് ഇവിടെ ഇപ്പം രണ്ട് ആൾക്കാരും, അച്ഛനും അമ്മയും രണ്ട് ഐഡിയോളജി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെതായി ഒന്നും ഫോം ചെയ്തിട്ടില്ല. അതിപ്പം നമ്മളെ പ്രൈം മിനിസ്റ്റർ പ്രസിനെ അഭിമുഖീകരിക്കാത്തതിനെ പറ്റിയിട്ടായിരുന്നു ചർച്ച വന്നത്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ബിക്കോസ് ആസ് എ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്താവനയല്ല വേണ്ടത്, ബ്യൂറോക്രാറ്റ്സ് ഇൻചാർജ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിനെ ഒരു സ്കൂൾ ടീച്ചേഴ്സ് ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ മെൻറ്റേഴ്സ് ഒന്നുമില്ല. ഒരു വൈൽഡ് ഫ്ലവർ അതിൻ്റെ സീസണിൽ വളർന്ന പോലെ തന്നെ ഞാനങ്ങ് വളർന്നു. പിന്നെന്തായിരുന്നു ലാസ്റ്റ് പറയാൻ ശ്രമിച്ചത്? ഓക്കെ, സോഷ്യൽ മീഡിയ. ഐ എം നോട്ട് എ ഫാൻ ഓഫ് സോഷ്യൽ മീഡിയ. എന്തായാലും ഇത് അപ്ലോഡ് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ ജൂണിലത്തെ ഒരു മീറ്റിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മൈക്രോ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക.